കണ്ട ക്യൂൻസ് എലിസബത്ത് ടു കപ്പല് അതിൻ്റെ അടുത്തുള്ളത്. ഇതിനകത്തൊരു ഷോപ്പിംഗ് നടക്കുന്നുണ്ട്, ഭയങ്കര ജനങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് കയറാൻ 1 മണിക്കൂറോളം ലൈന് നിന്നിട്ടാണ് കയറാൻ പറ്റിയത്. ഈ കപ്പലിന്റെ ചരിത്രം പറയാം. ലോകത്തിലെ പ്രശസ്തമായ ആഡംബര കപ്പലുകളിൽ ഒന്നാണ് ക്യൂൻസ് എലിസബത്ത് ടു. ഇന്ന് ദുബൈയിലെ മിനാർ റാഷിദ് ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലായി ഇത് നിലകൊള്ളുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിനകത്ത് ഷോപ്പിംഗ് നടക്കുന്നു, അടിപൊളി സെയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറിനടുത്ത് ലൈൻ നിന്നിട്ടാണ് അകത്ത് കയറിയത്. ലൈനിൽ നിന്ന് നിന്ന് ഞങ്ങളുടെ വെളിച്ചം പോയി, രാത്രിയായി. അങ്ങനെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ലൈൻ കുറച്ച് മൂവ് ആകാൻ തുടങ്ങും, അനക്കം തുടങ്ങും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇവിടെ സെയിൽ നടത്തുന്നത് CBBC ആണ്. CBBC സെയിൽ എന്ന ഒരു സംഭവം. അപ്പോൾ അകത്ത് കയറിയിട്ട് എന്തെല്ലാം സെയിൽ ഉണ്ട് നോക്കാം. ഓക്കെ, അകത്തേക്ക് കടത്തി വിടുന്നില്ല, ഇവിടെ സ്റ്റോപ്പാക്കി. കാരണം അകത്ത് ഫുള്ളാണ്. അകത്ത് കാലിയാകുമ്പോൾ, അതായത് കുറച്ച് പേരെ അകത്തേക്ക് കടത്തി വിടുന്നുള്ളൂ. ബ്ലോക്കായില്ലേ കഴിഞ്ഞവരുടെ. അങ്ങനെ ഞങ്ങൾ കപ്പലിനകത്തേക്ക് കയറുകയാണ്. ഇതിന്റെ ബാക്കി ചരിത്രം കൂടി പറയാം, ഇതിന്റെ നിർമ്മാണവും തുടക്കവും പറയാം. ലോഞ്ചിങ് 1967 സെപ്റ്റംബർ 20 ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയാണ് ഇത് നീറ്റിലിറക്കിയത്. 1969 കന്യാകുമാരി. ഏകദേശം 39 വർഷത്തോളം ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത പറയാം. അക്കാലത്തെ ഏറ്റവും വേഗതയേറിയതും ആഡംബര പൂർണ്ണവുമായിരുന്ന ഒരു കപ്പലായിരുന്നു ഇത്. ഇനി ചരിത്രത്തിലെ നാഴിക കല്ലുകൾ പറയാം. യുദ്ധസേവനം 1982 ബ്രിട്ടനും അർജന്റീനയും തമ്മിലുള്ള ഫോക്ലാൻഡ് യുദ്ധത്തിൽ സൈനികരെ കൊണ്ടുപോകുന്നതിനായി ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തത് ലോക സഞ്ചാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏകദേശം 25 തവണ ലോകം ചുറ്റി സഞ്ചരിച്ച ഈ കപ്പൽ 60 ലക്ഷത്തിലധികം നോട്ടിക്കൽ മൈൽ ദൂരം പിന്നിട്ടിട്ടുണ്ട്. ലോക നേതാക്കൾ, സെലിബ്രിറ്റികൾ, പ്രമുഖ വ്യക്തികൾ എന്നിവർ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴാണ് ദുബായിൽ എത്തിയത് എന്ന് പറയാം. 2007 ദുബായ് വേൾഡ് ഈ കപ്പൽ വാങ്ങുകയും 2008 നവംബറിൽ ഇത് ദുബായിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇനി ഇത് എപ്പോഴാണ് ഹോട്ടലായി മാറിയത്? വർഷങ്ങൾ നീണ്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2018 ഇതൊരു ആഡംബര ഹോട്ടലായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. പിന്നെ കപ്പലിനുള്ളിലെ പഴയ ഇന്റീരിയറുകളും മ്യൂസിയം ഒക്കെ എപ്പോഴും നിലനിർത്തി. ഇതിന്റെ ഉള്ളിലെ റെസ്റ്റോറന്റുകൾ എപ്പോഴും പഴയ കാലത്തെ ആ പ്രൗഢി അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ കുറെ കറങ്ങി മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്ലോറിലാണ് സംഭവം ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന ഇപ്പോൾ സെയിൽ നടക്കുന്നിടത്തേക്കാണ്. ഏകദേശം ഞങ്ങൾ എത്തി തുടങ്ങി. ഓക്കെ.
അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.